السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد فيقول المصنف الإمام المجدد شيخ الإسلام محمد بن عبد الوهاب في كتابه الماتع كتاب التوحيد أفأمنوا مكره فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد فيقول المصنف الإمام المجدد شيخ الإسلام محمد بن عبد الوهاب في كتابه الماتع كتاب التوحيد أفأمنوا مكن رسول الله صلى الله عليه وسلم سئل عن الكبائر فقال الشرك بالله واليأس من روح الله والأمن من مكر الله. وعن ابن مسعود رضي الله عنه قال أكبر الكبائر الإشراك بالله والأمن من مكر الله والقنوط من رحمة الله واليأس من روح الله. رواه عبد الرزاق. فيه مسائل. المسألة الأولى تفسير آية الأعراف. الثانية تفسير آية الحجر. الثالثة شدة الوعيد في من أمن مكر الله. الرابعة شدة الوعيد في القنوط. സഹോദരന്മാരെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള കിതാബ് തൗഹീദിലെ 33-ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. തൊട്ടു മുമ്പുള്ള അധ്യായം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു. وعلى الله فتوكلوا إن كنتم مؤمنين. അല്ലാഹുവിൽ മാത്രം കാര്യങ്ങൾ ഭരമേൽപ്പിക്കണം. ഭരമേൽപ്പിക്കാതിരിക്കുന്നത് തൗഹീദിന്റെ വിരുദ്ധമായ നിലപാടാണ്. അല്ലാഹു അല്ലാത്തവരിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത് അത് ശിർക്കാണ്. തവക്കുലിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ എല്ലാം നമ്മൾ കഴിഞ്ഞ തരത്തിൽ പറഞ്ഞു. ഇനി 33-ാമത്തെ അധ്യായം ബാബു ഖൗലില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം
അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. സൂറത്തുൽ അഅറാഫിലെ 99-ാമത്തെ വചനമാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ അധ്യായത്തിന് തലവാചകമായി എടുത്തു ചേർത്തിട്ടുള്ളത്. അഫഅമിനു മക്റല്ലാഹ്, അവർ അള്ളാഹുവിന്റെ മക്റിനെ കുറിച്ച് നിർഭയമായിരിക്കുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, പരാജിതരായ ആളുകളല്ലാതെ അള്ളാഹുവിന്റെ മക്റിനെ കുറിച്ച് നിർഭയരായിരിക്കുകയില്ല എന്ന് തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്ന വചനം. ഈ വചനം അത് തുടർന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ മുസന്നിഫ് റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ മറ്റൊരു വചനവും സൂറത്തു ഹിജ്റിൽ നിന്നുള്ള ഒരു വചനവും ഇബ്നു അബ്ബാസിൽ നിന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുൽ നിന്നുമുള്ള 2 റിവായത്തുകളുമാണ് ഈ അധ്യായത്തിൽ എടുത്തു ചേർത്തിട്ടുള്ളത്. താരതമ്യേന ചെറിയ അധ്യായമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ തൗഹീദുമായി ബന്ധപ്പെട്ട മസ്അലകളിൽ അതിപ്രധാനമായ 2 മസ്അലകൾ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മക്റിനെ കുറിച്ച് അവർ നിർഭയമായിരിക്കുകയാണോ എന്നുള്ള ചോദ്യം സൂറത്തുൽ അഅറാഫിൽ നിന്നുള്ള ഈ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാലങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ചരിത്രത്തിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ഇക്കാര്യം ചോദിക്കുന്നത്. അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അഫഅമിന അഹ്ലുൽ ഖുറാ, അധിവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവർ നിർഭയമായിരിക്കുകയാണോ? അൻ യഅതിയഹും ബഅസുനാ, നമ്മുടെ ശിക്ഷ അവർക്ക് വരുന്നതിനെ കുറിച്ച്, ബയാത്തൻ, രാത്രി സമയങ്ങളിൽ, വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ. രാത്രികാലങ്ങളിൽ നിർഭയമായി അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ പൊടുന്നനെ അവരെ വന്ന് ഗ്രസിക്കുന്നത് ഉണ്ടാവില്ല എന്നാണോ അവർ കരുതുന്നത്? അങ്ങനെ എത്രയെത്ര അധിവാസ കേന്ദ്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊടുന്നനെ ശിക്ഷിക്കുകയും അവരെ കഥാവശേഷമാക്കുകയും ചെയ്തു. തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു ചോദിച്ചു, അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ. അതല്ല, ഈ അധിവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെല്ലാം നിർഭയമായിരിക്കുകയാണോ? അൻ യഅതിയഹും ബഅസുനാ ദുഹൻ, നമ്മുടെ ശിക്ഷ, നമ്മുടെ പരാക്രമം, നമ്മുടെ ശിക്ഷ അവർക്ക് വന്നുപെടുന്നത് ദുഹൻ, പൂർവാന്നത്തിൽ, പകലിന്റെ ആരംഭത്തിൽ. വഹും യൽഅബൂൻ, അവർ വിനോദങ്ങളിൽ, കളികളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നത് ഇപ്രകാരമാണ്. വഹും ലാ യശ്ഉറൂൻ, ആ ശിക്ഷയെ സംബന്ധിച്ച് ഒരിക്കലും അവർ പ്രതീക്ഷിക്കാതെ, അതിനെക്കുറിച്ച് ബോധമില്ലാതെ അശ്രദ്ധമായിരിക്കുന്ന സന്ദർഭത്തിലാണ്. ചില ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു ബഗ്തത്തൻ, പൊടുന്നനെ. അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് പൊടുന്നനെയാണ്. അധിവാസ കേന്ദ്രങ്ങളെ അള്ളാഹു ശിക്ഷിച്ചിട്ടുള്ളത് നമ്മൾ നോക്കുക. ആ അധിവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു ശിക്ഷയെ സംബന്ധിച്ച് ചിന്തിക്കുന്നേയില്ല. അമ്പിയാക്കന്മാർ അവർക്ക് താക്കീത് നൽകിയാൽ പോലും അവർ അതിനെക്കുറിച്ച് റിയലൈസ് ചെയ്യില്ല. ആ വരുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. ആകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞാൽ അവര് പറയും ആരിൽ മുംതിർ, അല്ലാതെ മഴ വരുന്ന കാർമേഘമാണ്. അല്ല, നേരം പുലരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ശിക്ഷ വന്നിറങ്ങും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശിക്ഷയുണ്ടെങ്കിൽ വരട്ടെ, ഒരു ശിക്ഷയും വരില്ല ഞങ്ങൾക്ക് എന്ന ഉറപ്പിലാണ്. അങ്ങനെ ശിക്ഷയുണ്ടാകുമെന്ന് ഒരു നിലക്കും അവർ പ്രതീക്ഷിക്കാതെ നിർഭയമായി കഴിച്ചു കൂട്ടുമ്പോഴാണ്
പൊടുന്നനെ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് ഒന്നുകിൽ രാത്രിയിൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പകലിന്റെ പ്രാരംഭത്തിൽ പൂർവാന്നത്തിൽ കളികളിലും തമാശകളിലും വിനോദങ്ങളിലും അവർ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ. ഈ രണ്ട് വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നു, അഫഅമിനൂ മക്റല്ലാഹ്. ഇങ്ങനെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് ചരിത്രങ്ങൾ, അള്ളാഹു ശിക്ഷിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ മാനവരാശിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ അടയാളങ്ങൾ ഭൂലോകത്ത് നിലനിൽക്കുന്നു. എന്നിട്ടും അഫഅമിനൂ മക്റല്ലാഹ്, അള്ളാഹുവിന്റെ മക്റിനെ കുറിച്ച് അവർ നിർഭയമായിരിക്കുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അള്ളാഹുവിന്റെ മക്റിനെ കുറിച്ച് നിർഭയമായിരിക്കുന്നത് പരാജിതരായ ആളുകളല്ലാതെ മറ്റാരുമല്ല. എന്താണ് മക്ർ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യസ്തദ്രിജുഹുമുല്ലാഹു ബിന്നിഅം ഇദാ അസൗ. ജനങ്ങൾ അല്ലാഹുവിനെ ധിക്കരിച്ച് അവന്റെ കൽപ്പനകൾ പാലിക്കാതെയും അവന്റെ വിലക്കുകൾ മാനിക്കാതെയും ധിക്കരിച്ച് ജീവിക്കുന്നു. അങ്ങനെ ധിക്കരിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചില അനുഗ്രഹങ്ങൾ, ചില സൗകര്യങ്ങൾ ഭൂലോകത്ത് ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് ഇസ്തിദ്റാജ് നൽകുന്നു. അവരെത്രത്തോളം പോകും, അവരുടെ ധിക്കാരത്തിലും അവരുടെ ഔദ്ധത്യത്തിലും എത്രത്തോളം അവർ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ പരമാവധി അവർ ധിക്കരിക്കുന്നവരും പരമാവധി അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തുന്നവരുമായി പോകുന്നിടത്തോളം പോകട്ടെ. അതിനുവേണ്ടി അള്ളാഹു അവർക്ക് അവരുടെ കയറ് കടിഞ്ഞാണൽപ്പം ലൂസാക്കി വിട്ടുകൊടുക്കുന്നു. വയുംലീലഹും, അവർക്ക് സാവകാശം നൽകുന്നു. അങ്ങനെ ധിക്കാരത്തിന്റെ കൊടുമുടിയിൽ അവർ കയറി നിൽക്കുമ്പോൾ സുമ്മ യഅഖുദുഹും അഖ്ദ അസീസിൻ മുഖ്തദിർ. ധിക്കാരത്തിന്റെ കൊടുമുടിയിൽ അവരെത്തുമ്പോൾ അള്ളാഹു അവരെ പിടികൂടുന്നു. അഖ്ദ അസീസിൻ മുഖ്തദിർ. അജയ്യനായ, എല്ലാറ്റിനും കഴിവുറ്റവനായ അള്ളാഹ് അവൻ പിടിക്കുന്ന ഒരു പിടുത്തം, ഒറ്റപ്പിടുത്തത്തിൽ അവരെ അങ്ങോട്ട് നിലം പരിശാക്കുന്നു, കഥാവശേഷമാക്കുന്നു. ഇതിന്റാണ് യഥാർത്ഥത്തിൽ മക്ർ എന്ന് പറയുന്നത്. വഹാദാ ഹുവ മഅനൽ മക്ർ വൽ ഖദീഅ വനഹ്വി ദാലിക്. ഖുർആനിൽ അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള മക്ർ അല്ലെങ്കിൽ ഖദീഅത്ത് എന്നൊക്കെ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ള മക്റിന്റെ വിവക്ഷ ഇതാണ്. ജനങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ മാനിക്കാതെയും കൽപ്പനകൾ അനുസരിക്കാതെയും വിലക്കുകൾ മാനിക്കാതെയും ധിക്കാരികളായി ജീവിക്കുമ്പോൾ കുറച്ചുകൂടി അള്ളാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും, കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, കുറച്ച് കാലതാമസമൊക്കെ അവർക്ക് നൽകും. ഇത് കാണുമ്പോൾ അവർ ഒന്നുകൂടി ധിക്കാരികളാകുന്നു. ധിക്കാരത്തിന്റെ കൊടുമുടിയിൽ അവർ കയറി നിൽക്കുന്നു. അങ്ങനെ ധിക്കാരത്തിന്റെ കൊടുമുടിയിലെത്തുമ്പോൾ അള്ളാഹു അവരെ പിടികൂടുന്നു. അസീസിൻ മുഖ്തദിർ. അതുകൊണ്ട് തന്നെ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ വസ്സഅ അല്ലാഹു അലൈഹി ഫലം യറ അന്നഹു യംകുറു ബിഹി ഫലാ റഅയ ലഹു. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധി നൽകുന്നു, ജീവിത വിഭവങ്ങൾ സമൃദ്ധമായിട്ട് അല്ലാഹു ഒരാൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഫലം യറ അന്നഹു യംകുറു ബിഹി. ആ സമൃദ്ധി ലഭിക്കുമ്പോൾ ഇത് അള്ളാഹുവിന്റെ മക്റിൽപ്പെട്ടതാണ്, അവന്റെ ഇസ്തിദ്റാജാണ്. അവൻ എനിക്ക് കുറെ കൂടി സൗകര്യങ്ങൾ നൽകിയിട്ട് എന്നെ പരീക്ഷിക്കുകയാണ്. ഞാൻ അവനെ അനുസരിക്കുന്നുവോ ധിക്കരിക്കുന്നുവോ എന്ന്, ഞാൻ ധിക്കരിച്ച് കൂടുതൽ ധിക്കാരത്തിലേക്ക് പോകുന്നുവോ എന്ന് പരീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരാൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഫലാ റഅയ ലഹു, അയാൾക്ക് അവധാനതയില്ല, അയാൾക്ക് ദിഷണയില്ല, അയാൾക്ക് ബുദ്ധിയില്ല, അയാൾ ബുദ്ധിശൂന്യനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തരുമ്പോൾ അത് ഇസ്തിദ്റാജാണ്, അത് മക്റാണ്, അത് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള തന്റെ ഇടമാണ് ഒരാൾ ബുദ്ധിമാനാണ് എന്നതിന്റെ ലക്ഷണം. മഹാന്മാരായ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു നിഅമത്തുകൾ നൽകുമ്പോൾ
അവരാ നിഅമത്തുകൾ കണ്ട് അതിൽ ഉന്മത്തരാവാറുണ്ടായിരുന്നില്ല. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അം അശ്കുറു അം അക്ഫുർ. ഇത് എന്റെ റബ്ബ് എനിക്ക് നൽകിയിരിക്കുന്ന ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. ഇത് എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് ലഭിക്കുമ്പോൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുവോ അതല്ല ഞാൻ നന്ദി കേട് കാണിക്കുന്നുവോ എന്ന് പരീക്ഷിക്കാനാണ്. ഇത് മക്റാണ് എന്ന് തിരിച്ചറിയുന്നവരായിരുന്നു അമ്പിയാക്കന്മാർ. അങ്ങനെ ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അയാൾ മനസ്സിലാക്കുന്നത് ഇല്ല, എന്റെ ജീവിത രീതിയെ അള്ളാഹു തീർത്തും ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എന്തുമാകാം എന്നൊരാൾ കരുതുകയാണെങ്കിൽ അയാൾ വഞ്ചനയിലകപ്പെട്ടു. വഖാല ഖതാദത്തു റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ബഗതൽ ഖൗമ അംറുല്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പന, ഒരു കൂട്ടരെ പിടികൂടാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന, ഒരു വിഭാഗത്തെ ശിക്ഷിക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന, ഒരു കൂട്ടരെ നശിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന ആ ജനതയിലേക്ക് വന്നെത്തുന്നത് ബഗത്തായിട്ടായിരിക്കും, പൊടുന്നനെയായിരിക്കും. വമാ അഖദല്ലാഹു ഖൗമൻ ഖത്തു ഇല്ലാ അൻത സൽമതിഹിം വഗറതിഹിം വനിഅമതിഹിം ഫലാ തഗ്തറു ബില്ലാഹ്. ഒരു ജനതയെയും അള്ളാഹു പിടികൂടിയിട്ടില്ല അവരെ ആനന്ദത്തിലും ഉല്ലാസത്തിലും കഴിച്ചുകൂട്ടുമ്പോഴല്ലാതെ, വഗറതിഹിം അവരശ്രദ്ധയിലായിരിക്കുമ്പോഴല്ലാതെ, വനിഅമതിഹിം അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ പെരുപ്പിച്ചു കൊടുക്കുമ്പോഴല്ലാതെ. ഫലാ തഗ്തറു ബില്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തുകൾ കിട്ടുമ്പോൾ നിങ്ങൾ അശ്രദ്ധരാകരുത്, നിങ്ങൾ വഞ്ചിതരാകരുത്, നിങ്ങൾ ഉന്മത്തരാകരുത്. അതുകണ്ട് നിങ്ങൾ ഒരിക്കലും അതിൽ വഞ്ചിതരായി തീരരുത്. അള്ളാഹുവിന്റെ മക്റാണ്, അത് ഇസ്തിദ്റാജാണ്. അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ പ്രശസ്തമായ ഹദീസിൽ ഇമാം അഹ്മദ്, ഇബ്നു ജരീർ, ഇബ്നു അബീ ഹാത്തിം പോലുള്ളവർ സ്വഹീഹായ സനദോടുകൂടി റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം, ഇദാ റഅയ്ത അല്ലാഹ യുഅത്തിൽ അബ്ദ അലാ മആസി മാ യുഹിബ് ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. ഇദാ റഅയ്ത അല്ലാഹ്, അല്ലാഹുവിനെ നീ കാണുന്ന പക്ഷം, യുഅത്തിൽ അബ്ദ് അവന്റെ അടിമക്ക് അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു, അലാ മആസിഹി മാ യുഹിബ് അവൻ ധിക്കാരങ്ങളിൽ മുഴുകിയാണ് നടക്കുന്നത്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പാപങ്ങളിലും ധിക്കാരത്തിലും മുഴുകിയാണ് നടക്കുന്നത്, എന്നിട്ടും അവൻ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു മാ യുഹിബ് അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല, അവന്റെ വിലക്കുകൾ മാനിക്കുന്നില്ല, മറിച്ച് അവൻ കുറ്റകരമായ കാര്യങ്ങളിൽ, പാപങ്ങളിൽ, ധിക്കാരങ്ങളിൽ മുഴുകുന്നു, എന്നിട്ടും അവൻ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ദുനിയാവിന്റെ വിഭവങ്ങൾ അവന് സമൃദ്ധമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അത് ഇസ്തിദ്റാജാണ്. അവന് അല്പം നിയന്ത്രണം കുറച്ച് അവന് സാവകാശം നൽകി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിന്? ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച്, ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ ധിക്കാരത്തിന്റെ കൊടുമുടി കയറട്ടെ. അങ്ങനെ ധിക്കാരത്തിന്റെ കൊടുമുടിയിലെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റപ്പിടുത്തമായിരിക്കും ഭഗത്തൻ. അവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരൊറ്റപ്പിടുത്തമായിരിക്കും. ഫഇദാഹും മുബ്ലിസൂൻ. അപ്പോഴതാ ആ ശിക്ഷയിൽ അവർ അകപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതിനാൽ നിഅമത്തുകൾ പെരുത്ത് കിട്ടുന്ന ആളുകൾ അവർ വഞ്ചിതരാകരുത്. അല്ലാഹ് എന്നെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണിത് എന്നവർ വഞ്ചിതരായി പോകരുത്. അത് മക്റാണ്, അള്ളാന്റെ ഇസ്തിദ്റാജാണ്. എനിക്ക് കൂടുതൽ സൗകര്യം, എനിക്ക് കൂടുതൽ അനുഗ്രഹം, എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം, എനിക്ക് കൂടുതൽ കാലതാമസം അള്ളാഹ് നൽകുന്നത് പരീക്ഷിക്കാനാണ്. ഞാൻ ധിക്കരിക്കുന്നുവെങ്കിൽ ആ ധിക്കാരത്തിൽ അതിന്റെ കൊടുമുടിയിലെത്തിയിട്ട് പിന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം പിടിക്കാനാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതിനാൽ
അൽ അംനു മിൻ മക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പൊടുന്നനെയുള്ള ശിക്ഷ, പൊടുന്നനെയുള്ള ഈ പിടുത്തം, സാവകാശം നൽകി, സ്വാതന്ത്ര്യം നൽകി, അനുഗ്രഹങ്ങൾ കൂടുതൽ നൽകി, അങ്ങനെ ധിക്കാരത്തിന്റെ കൊടുമുടി കയറാൻ സൗകര്യം നൽകിയിട്ട് അവസാനം ഒന്നിച്ചു പൊടുന്നനെ ഒരു കടുംപിടുത്തം പിടിക്കുന്ന ആ പിടുത്തം, ആ പിടുത്തത്തെക്കുറിച്ച് നിർഭയമായിരിക്കുക എന്നത് അത് തൗഹീദിനു വിരുദ്ധമാണ്. യുനാഫി കമാല തൗഹീദ്, അത് തൗഹീദിന് വിരുദ്ധമാണ്. എങ്ങനെ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി മുന്നോട്ടെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ പെട്ടെന്ന് അതെങ്ങനെ തൗഹീദിന് വിരുദ്ധമാകുന്നത് എന്നൊരു പക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. ഏതാണെങ്കിലും തുടർന്നുള്ള ആയത്തുകളും കൂടി നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്നുകൊണ്ട് അൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടാതെ നിർഭയനായിരിക്കുക എന്നുള്ള ഈ സ്വഭാവം, അത് തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്ന, കുറവ് വരുത്തുന്ന കാര്യമാണ്. തൗഹീദിന് വിരുദ്ധമായ കാര്യമാണ്. ഈ കാര്യം പറഞ്ഞു വെച്ചതിന് ശേഷം മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു, വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം, വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാല്ലൂൻ, സൂറത്തുൽ ഹിജ്റിൽ നിന്നുള്ള 56-ാമത്തെ ആയത്താണ്. ഇത് ഇമാമുൽ ഹുനഫാ ഖലീലുർ റഹ്മാൻ അബുൽ അംബിയാ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വചനമായിട്ടാണ്, വാക്കായിട്ടാണ് അള്ളാഹു എടുത്തുദ്ധരിക്കുന്നത്. രണ്ട് മലക്കുകൾ, സുന്ദരന്മാരായ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിൽ ചെല്ലുന്നു. അവര് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് നീക്കുവരാം. അവര് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് പോകുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിൽ കയറി ചെന്നുകൊണ്ട് പറയുന്നു. എന്താണ് പറയുന്നത്? പറയുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് ഒരു പുത്രനുണ്ടാകാൻ പോകുന്നു. അലീം, വളരെ ഇൽമ് നൽകപ്പെടുന്ന, അറിവ് നൽകപ്പെടുന്ന നല്ലവനായ ഒരു സന്താനത്തെ താങ്കൾക്ക് നൽകാൻ പോകുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇസ്ഹാഖ് നബിയെയാണ് ഉദ്ദേശിക്കുന്നത്. അബശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബർ ഫബിമ തുബശ്ശിറൂൻ, എനിക്ക് ഇത്രയും വാർദ്ധക്യം പ്രാപിച്ചതിന് ശേഷം നിങ്ങൾ എനിക്കൊരു പുതിയ സന്താനമുണ്ടാകാൻ പോകുന്നു എന്നാണോ സന്തോഷ വാർത്ത അറിയിക്കുന്നത്? ഫബിമ തുബശ്ശിറൂൻ, എന്തുകൊണ്ടാണ്, എന്തിന്റെ പേരിലാണ് അങ്ങനെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുന്നത്? ഇബ്രാഹിം നബിയും തന്റെ പത്നിയും ഒരേപോലെ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നു. ജീവിതത്തിന്റെ ഈ ഘട്ടത്തിൽ സായാഹ്നത്തിലെത്തി നിൽക്കുന്ന, വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ഞങ്ങൾക്ക് ഇനി ഒരു സന്താനമോ? ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ബശ്ശർനാക ബിൽ ഹഖ്, അതെ, ഒരു സന്താനമുണ്ടാകുമെന്നത് ഹഖായും താങ്കൾക്ക് ഞങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന് പല വഴികളുണ്ട്. സാധാരണഗതിയിൽ ലോകത്ത് നടക്കുന്നതിന് നമുക്കറിയുന്ന ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലൂടെ അള്ളാഹു കാര്യങ്ങൾ നിറവേറ്റും. ചിലപ്പോൾ നമുക്കറിയാത്ത രൂപത്തിൽ, കാരണങ്ങൾ അറിവായ രൂപത്തിലല്ലാതെ ഖവാരിഖുകളിലൂടെ അറിയപ്പെടുന്ന കാര്യം കാരണങ്ങളില്ലാതെ കാര്യങ്ങൾ നിറവേറ്റുന്ന രീതി, അതാണ് ഖവാരിഖുകൾ. ഖവാരിഖിന്റെ രൂപത്തിൽ അള്ളാഹു കാര്യങ്ങൾ നിറവേറ്റും. അതിനാൽ മലക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഫലാ തകും മിനൽ ഖാനിതീൻ, അള്ളാഹുവിന്റെ തീരുമാനമാണത്, താങ്കൾ അതിനാൽ നിരാശപ്പെട്ടു പോകരുത്. അത് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മലക്കുകളോട് പറയുന്ന വാക്കാണ്, വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാല്ലൂൻ, ആരാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശപ്പെടുക? വഴിതെറ്റിയ ജനങ്ങളല്ലാതെ.
അള്ളാഹു അങ്ങനെ ഒരു നിഅമത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് അസ്ബാബ് മുസബ്ബബാത്തുകളുടെ അടിസ്ഥാനത്തിൽ നൽകാം, അല്ലെങ്കിൽ ഖവാരിഖുകളുടെയും മുഅ്ജിസത്തിന്റെയും രൂപത്തിൽ നൽകാം. അള്ളാഹു തീരുമാനിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും. അവരങ്ങനെ ഒരു നിഅമത്ത്, ഒരു റഹ്മത്ത് എനിക്ക് ചെയ്യുമെങ്കിൽ അത് ഉറപ്പാണ്, അത് പുലരും, ഒരു സംശയവുമില്ല. അവന്റെ കാരുണ്യത്തെക്കുറിച്ച്, അവന്റെ നിഅമത്തിനെക്കുറിച്ച് നിരാശപ്പെടുന്നതാരാണ്? ഇല്ലല്ലാഹൂൻ, വഴിതെറ്റിയവരല്ലാതെ. അതിനാൽ ഞാൻ നിരാശനല്ല. അങ്ങനെ ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകും, സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. പക്ഷെ സ്വാഭാവികമായി ജീവിതത്തിൽ ഇത്രയും പ്രായമെത്തി നിൽക്കുന്ന ദമ്പതിമാർക്ക് സന്താനമുണ്ടാവുക എന്നതില്ലല്ലോ. ആ കാര്യം മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൂചിപ്പിച്ചത്. ഇവിടെ ഇതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാര്യം പറഞ്ഞതിന്റെ മറ്റൊരാവർത്തനം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലാണ്. യൂസുഫിനെ അലൈഹിസ്സലാം തന്റെ സഹോദരന്മാർ കൊണ്ടുപോയിട്ട് കിണറ്റിൽ തള്ളി. വൈകുന്നേര സമയത്ത് അവര് യൂസുഫിന്റെ വസ്ത്രത്തിൽ കുറച്ച് രക്തമൊക്കെ പുരട്ടിയിട്ട് പിതാവിന്റെ അടുക്കൽ, യാക്കൂബ് നബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ചിടത്ത് അത് നോക്കാൻ വേണ്ടിയിട്ട് യൂസുഫിനെ നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ കളിച്ച് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി. ആ സമയത്ത് ചെന്നായ വരികയും എന്നിട്ട് യൂസുഫിനെ പിടിക്കുകയും ചെയ്തു. ഞങ്ങൾ എത്ര ആണയിട്ട് പറഞ്ഞാലും ഉപ്പ നിങ്ങളത് സത്യപ്പെടുത്തില്ല, എന്നിരുന്നാലും കാര്യം അങ്ങനെയാണ്. അവസാനം ആ സംഭാഷണത്തിന്റെ മധ്യത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അന്വേഷിച്ചു പോകാൻ വേണ്ടി വീണ്ടും യാക്കൂബ് നബി പറയുന്നുണ്ട്. അവർ പറയുന്ന കാര്യം അദ്ദേഹത്തിന് സ്വീകാര്യമാകുന്നില്ല. യൂസുഫ് എവിടെയുണ്ട്, നിങ്ങൾ യൂസുഫിനെ തേടിപ്പിടിക്കാൻ വേണ്ടി പോകണം എന്ന് പറയുന്നിടത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവർത്തിക്കുന്ന കാര്യമുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുകയില്ല. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുന്നത് കാഫിറുകളല്ലാതെ, അവിശ്വാസികളല്ലാതെ മറ്റാരും തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ആദ്യം നമ്മൾ പറഞ്ഞ സൂറത്തുൽ അഅറാഫിലുള്ള വചനങ്ങൾ ഒരു ചിറകിലും, ഇവിടെ സൂറത്ത് ഹിജ്റിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളതും സൂറത്ത് യൂസുഫിൽ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളതുമായ കാര്യം മറ്റേ ചിറകിലും വെച്ചുകൊണ്ട് കാര്യത്തെ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അള്ളാഹുവിന്റെ മക്റിനെയും അവന്റെ ശിക്ഷയെയും അവന്റെ ഗളബിനെയും കുറിച്ച് നിർഭയമായിരിക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെക്കുറിച്ച്, അവന്റെ നിഅമത്തിനെക്കുറിച്ച് നിരാശപ്പെടുക. ഇത് രണ്ടും ഒരാളിലുണ്ടായാൽ അവനിൽ കുഫർ വന്നു ചേർന്നു. രണ്ടും തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് വിരുദ്ധമായ ആശയങ്ങളാണ്. മറിച്ച് അല്ലാഹുവിനെ കുറിച്ച് ഒരാൾ നിർബന്ധമായും അയാൾ വിശ്വസിക്കേണ്ടത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്തൊക്കെ ചെയ്താലും, അവന്റെ അടിയാൻ എന്തൊക്കെ ചെയ്താലും അവൻ പൊറുക്കുന്നവനാണ്. നിരാശപ്പെടാൻ പാടില്ല. ഖുനൂത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇസ്തിബ്ആദുൽ ഫറജ്, ആശ്വാസം അത് ഉണ്ടാവില്ല, എനിക്കൊരാശ്വാസം വരില്ല, അതൊരിക്കലും സംഭവിക്കില്ല, അത് വിദൂരമാണ്, സംഭവിക്കില്ല എന്ന് കരുതുന്നതാണ് യഥാർത്ഥത്തിൽ ഖുനൂത്ത്. ഖനൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ നിരാശപ്പെട്ട മനുഷ്യന് ഖനൂത്ത് എന്ന് പറയും. നമ്മോട് കൂടിയാണെങ്കിൽ ഖുനൂത്ത് നിരാശക്ക് പറയും. അങ്ങനെ ഒരു നിരാശ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ കടന്നുകൂടാനേ പാടില്ല. കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ജഹ്ലുമില്ല, അള്ളാഹനെ അയാൾക്കറിയാത്തത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ നിഅമത്തിനെയും റഹ്മത്തിനെയും കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്.
അതുപോലെ തന്നെ വസൂഉ വന്നിൻ ബിറബ്ബിഹി, തന്റെ റബ്ബിനെ കുറിച്ച് വെച്ചു പുലർത്താൻ പാടില്ലാത്ത തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിച്ചാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. മുഴുവൻ കാരുണ്യത്തിന്റെയും ഉടമയാണവൻ. ആരെല്ലാം ഈ ലോകത്ത് കാരുണ്യം ചെയ്യുന്നുണ്ടോ, മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, ജന്തുജാതികളാകട്ടെ, മുഴുവൻ കാരുണ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള കാരുണ്യത്തിൽ നിന്നാണ്. അവൻ കൊടുത്തിട്ടുള്ള ആ കാരുണ്യമാണെങ്കിലോ അവന്റെ കാരുണ്യത്തെ 100 വിഭജിച്ചതിന് ഒരംശം മാത്രമാണ്. ആ കാരുണ്യം അവന്റെ സൃഷ്ടിജാലങ്ങൾക്കിടയിൽ അവൻ വിതരണം ചെയ്തിരിക്കുന്നു. ആ കാരുണ്യത്തിൽ നിന്നാണ് ഒരു മാതാവ് തന്റെ കുഞ്ഞിനോട് കാരുണ്യം കാണിക്കുന്നത്, ഒരു പക്ഷി അതിന്റെ കുഞ്ഞിനോട് കാരുണ്യം കാണിക്കുന്നത്, അതുപോലെ തന്നെ ഒരു മൃഗം അതിന്റെ കിടാവിനോട് കാരുണ്യം കാണിക്കുന്നത്, മനുഷ്യർ പരസ്പരവും മറ്റു ജന്തുക്കളോടും കാരുണ്യം കാണിക്കുന്നത്. ഇങ്ങനെ കാരുണ്യവും ദയയും ഒക്കെ തന്നെ മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്നത് അല്ലാഹു നൽകിയിട്ടുള്ള ഈ ഒരു ഭാഗത്തിൽ നിന്ന് മൊത്തം സൃഷ്ടിജാലങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ കാരുണ്യത്തിൽ നിന്നാണ് നമ്മൾ കരുണയോടുകൂടി ദയയോടുകൂടി പരസ്പരം വർത്തിക്കുന്നത്. ഈ ഒരു ഭാഗം വരുന്ന കാരുണ്യം ഖിയാമത്ത് നാളിൽ അല്ലാഹു തിരിച്ചു പിടിക്കും. മുഴുവൻ സൃഷ്ടിജാലങ്ങളിലേക്കും വിതരണം ചെയ്തത് അല്ലാഹു തിരിച്ചെടുക്കും. എന്നിട്ട് 99 ഭാഗം അവന്റെ അടുക്കൽ സൂക്ഷിപ്പാണ്. അതിലേക്ക് ഈ തിരിച്ചു പിടിച്ചതും കൂട്ടിയിട്ട് 100 അഥവാ അവന്റെ കാരുണ്യത്തെ പൂർത്തീകരിക്കും. ആ പൂർത്തീകരിച്ച കാരുണ്യം ഹിസാബിന്റെയും ജസാഇന്റെയും വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാന്മാർക്ക് കാരുണ്യമായിട്ട് നൽകി അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവന്റെ ആ കാരുണ്യത്തിന്റെ മഹത്തായ പ്രകടനം മഹാന്മാരായ മുഹദ്ദിസുകൾ സഹിഹായ സനദോട് കൂടി റിവായത്ത് ചെയ്തിട്ടുള്ളത് ഹദീസുൽ ബിതാഖത്തി വസ്സിജില്ലാത്ത്, ബിതാഖയുടെയും സിജില്ലാത്തിന്റെയും ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരാളെ വിചാരണക്ക് കൊണ്ടുവരുന്നു, അയാൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ അത് രേഖപ്പെടുത്തിയിട്ടുള്ള ഏടുകൾ നിവർത്തപ്പെടുന്നു. 100 ഏടുകളുണ്ട്. ഓരോ ഏടും നിവർത്തിയാൽ, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന ദൂരം എത്രയാണോ അത്രയും നീണ്ടു നിവർന്നു കിടക്കുന്ന വലിയ ഏടുകൾ. അത് നിറയെ അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റുകൾ, പാപങ്ങൾ, കുറ്റകൃത്യങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, മനുഷ്യ, ഇത് നീ ചെയ്തത് തന്നെയല്ലേ? അതെ. അയാൾക്കൊന്നും നിഷേധിക്കാനില്ല. എന്റെ മലായിക കിറാമുൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരായി ഞാൻ നിശ്ചയിച്ചിട്ടുള്ള എന്റെ മലക്കുകൾ നിന്നോട് ഏതെങ്കിലും തരത്തിൽ അന്യായം ചെയ്തു എന്ന് നിനക്ക് പറയാനുണ്ടോ? ഇല്ല റബ്ബേ, ഇതെല്ലാം ഞാൻ ചെയ്തു വെച്ചത് തന്നെയാണ്. മുഴുവനും അയാൾ അംഗീകരിക്കുന്നു. തർക്കമില്ല, സംശയമില്ല, അയാൾ ചെയ്തു കൂട്ടിയതാണ്. 100 ഏടുകൾ. ഓരോ ഏടുകളും കണ്ണെത്താ ദൂരത്തോളം നിവർന്നു കിടക്കും. അതെല്ലാം അയാൾ അംഗീകരിച്ചു. ഞാൻ നശിച്ചതു തന്നെ എന്നയാൾ ഉറപ്പിക്കുമ്പോൾ അല്ലാഹു അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നു, ഇതിന് അഭിമുഖമായി നന്മയായി എന്തെങ്കിലും ഒന്ന് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ? നീ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ മനുഷ്യ? അയാൾ അല്ലാഹുവിനോട് പറയുന്നു, ഇല്ല. ഈ തിന്മകളെയെല്ലാം മറികടക്കാൻ, ഈ തിന്മകൾക്ക് അഭിമുഖമായിട്ട് ഞാൻ ഒരു നന്മ ചെയ്തതും എനിക്കറിയില്ല റബ്ബേ. തെറ്റുകൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞു. അയാൾ നശിച്ചതു തന്നെ എന്നുറപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പക്ഷേ വലാകിന്ന ലക ഇൻദനാ ഹസന, നമ്മുടെ അടുക്കൽ നീ ഒരു ഹസനത്ത് ചെയ്തതായി രേഖപ്പെട്ട് കിടപ്പുണ്ട്. ഈ 100 ഏടുകൾക്ക് മറുഭാഗമായി കൊണ്ട് ഒരു ബിതാഖ, ഒരു ചെറിയ കാർഡ് അല്ലാഹു എടുക്കുന്നു. ആ കാർഡിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യത്തിന്റെ വചനം, ഷഹാദത്തിന്റെ വചനം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, അല്ലാഹുവേ, ഈ നിവർന്നു കിടക്കുന്ന 100 ഏടുകൾക്ക് എന്താണ് ഈ ഒരു കാർഡ്? അയാളുടെ ഹസനാത്തുകളും സയ്യിആത്തുകളും അല്ലാഹു തൂക്കുന്നു മീസാനിൽ വെച്ച്. ഒരു തട്ടിൽ 100 ഏടുകൾ,
മറുതട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യത്തിന്റെ വചനം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആ ഏട് വെക്കുന്നു. ആ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ കാർഡ് അത് വച്ചിരിക്കുന്ന തട്ട് കനം തൂങ്ങുകയും ആ സിജില്ലാത്തുകളെല്ലാം തന്നെ കനമില്ലാതെ അത് പറന്നു പോവുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കനഫിൽ, അള്ളാഹുവിന്റെ കനഫിലേക്ക് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അടിയാനോട് പറയുന്നു, ഈ തെറ്റുകളെല്ലാം മനുഷ്യ ദുനിയാവിൽ ഞാൻ മറച്ചു പിടിച്ചില്ലേ, ആരുമറിയാതെ അത് ഞാൻ മറച്ചു പിടിച്ചില്ലേ, ഇന്നതെല്ലാം നിനക്ക് ഞാൻ പുറത്തു തരികയും ചെയ്തിരിക്കുന്നു, ഈ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളു. ഇതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കുറച്ചാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നീ പറയുന്ന കാര്യം വളരെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇനി വല്ല പോംവഴിയുണ്ടോന്നറിയില്ല. ഞങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർത്തവരാണ്, ശിർക്കിൽ മുങ്ങിക്കുളിച്ചവരാണ്, കയ്യും കണക്കുമില്ലാതെ അതിരില്ലാതെ ശിർക്ക് ചെയ്തവരാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കൊന്നു, നരഹത്യ ചെയ്തു, മനുഷ്യരെ കൊന്നു. ഒന്നും രണ്ടും പേരല്ല, ആ ഖത്ൽ വർദ്ധിപ്പിച്ചവരാണ്. ഞങ്ങൾ സിന ചെയ്തു, ഒരിക്കൽ ജീവിതത്തിന്റെ ഒരു ദുർബല നിമിഷത്തിൽ ഒരിക്കൽ നടന്നതല്ല, സിനയിൽ മുങ്ങിക്കുളിച്ചവരാണ് ഫാക്കിസർന. അതിനാൽ ഞങ്ങൾക്കിനി വല്ല പരിഹാരമുണ്ടോ? ഉണ്ടെങ്കിൽ നീ പറയുന്ന കാര്യം വളരെ നല്ലതാണ്, ഞങ്ങൾക്ക് ബോധ്യം. പക്ഷെ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ ഞങ്ങളെ അള്ളാഹ് തിരിച്ചെടുക്കൂ. ആ ചോദ്യവുമായിട്ട് ജീവിതത്തിന്റെ പൂർവഭാഗം ഇത്രയും മോശമായി ജീവിച്ചിട്ടുള്ള കുറച്ചാളുകൾ വന്നുകൊണ്ട് അവരുടെ മനസ്സ് തുറക്കുമ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കുന്നത്. പറയൂ നബിയെ, ഈ വന്ന് ചോദിച്ച അടിയാറുകളോട് പറയൂ, യാ ഇബാദി, എന്റെ അടിമകളെ, അള്ളാഹുവിലേക്ക് ചേർത്താ വിളിക്കുന്നത്, എന്റെ അടിയാറുകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് കയ്യും കണക്കുമില്ലാതെ തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ച് പോയിട്ടുള്ള എന്റെ അടിയാറുകളോട് പറയൂ നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനും അത്യധികം റഹ്മത്ത് ചെയ്തു കൊടുക്കുന്നവനുമാണ്. എന്നിരിക്കെ അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവന്റെ റഹ്മത്ത് അപാരമാണ്. ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, നിങ്ങളുടെ റബ്ബ് അവന്റെ മേൽ അവൻ വെച്ച നിയമമാണ് റഹ്മത്ത് കാണിക്കണമെന്നുള്ളത്. ആ റഹ്മത്തിനെ കുറിച്ച് ഒരാൾ നിരാശപ്പെട്ടാൽ അവൻ അല്ലാഹുവിന്റെ ഏകത്വം, അവൻ അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്ന സിഫത്ത്, ആ ഗുണവിശേഷം അത് മനസ്സിലാക്കാത്തവനാണ്. അത് തൗഹീദിൽ സംഭവിക്കുന്ന കുറവാണ്, തൗഹീദിന്റെ പൂർണ്ണതയിലുള്ള കുറവാണ്, അത് തൗഹീദിന് വിരുദ്ധമായ ആശയമാണ്. അതേ സമയത്ത് മറുഭാഗത്തോ തെറ്റങ്ങനെ ചെയ്യുന്നു. അപ്പൊ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കുറച്ചുകൂടി സാവകാശം നൽകുന്നു, സ്വാതന്ത്ര്യം നൽകുന്നു, അഭിവൃദ്ധി നൽകുന്നു. അപ്പം വിചാരിക്കുന്നു, ഇതൊക്കെ അല്ലാഹു അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അല്ലാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് നിഅമത്തുകൾ ചെയ്തു കൊടുത്തു, എന്തെങ്കിലും ആദരവുകൾ അവന് കൊടുത്താൽ അത് പരീക്ഷണമാണ് എന്നല്ല അവൻ മനസ്സിലാക്കുക. ഞാൻ അള്ളാന്റെ ഔലിയാണ്, അള്ളാഹ് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് എന്തു ആകാം. ഈ എതിറാറ് വേണ്ട, ഈ മക്കറ് വേണ്ട.
ഈ മക്കറിനെ കുറിച്ച്, അള്ളാന്റെ മക്കറിനെ കുറിച്ചുള്ള ഈ അന്ന് വേണ്ട, നിർഭയത്വം വേണ്ട, അതാർക്കേ ഉണ്ടാവുള്ളൂ? അത് യഥാർത്ഥത്തിൽ പരാജിതരായ ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും പാടില്ലാത്ത കാര്യമാണ്. ഇത് രണ്ടും ഒരേപോലെ ബാലൻസ് ഒപ്പിക്കണം. ഈ ബാലൻസിംഗിൽ രസകരമായ കാര്യമുണ്ട്, അത് അവസാനം ഞാൻ പറയാം. ഏതാണെങ്കിലും ശരി, വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിവായത്ത്, ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിവായത്ത് ശബീബ് ഇബ്നു ബിശ്ർ ഇക്രിമയിൽ നിന്ന്, ഇക്രിമ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ബസ്സാറും ഇബ്നു അബീ ഹാത്തിമും റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ശബീബ് ഇബ്നു ബിശ്ർ എന്ന റാവി വഫീഹി ലീൻ, അദ്ദേഹത്തിന് ചെറിയ ദോഷങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. വസ്സഹീഹു അന്നഹു മൗഖൂഫുൻ അല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഈ റിവായത്ത് ഇബ്നു അബ്ബാസിൽ മൗഖൂഫാണ് എന്നുള്ളതാണ് മുഹദ്ദിസുകൾ സ്ഥിരപ്പെടുത്തിയിട്ടുള്ള കാര്യം. ആ ഇബ്നു അബ്ബാസിൽ മൗഖൂഫായിട്ടുള്ള ഈ അസറിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇവിടെ എടുത്തു ചേർത്തിട്ടുള്ള അസറിൽ ഇപ്രകാരം കാണാം: അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല അനിൽ കബായിർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു അനിൽ കബായിർ, വൻപാപങ്ങളെ കുറിച്ച്. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, ഏറ്റവും വലിയ പാപം അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. രണ്ടാമത്തേത് വൽയഅ്സു മിർ റൗഹില്ലാഹ്, രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടലാണ്. മൂന്നാമത്തേത് വൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൊടുന്നനെയുള്ള ശിക്ഷയെക്കുറിച്ച്. ആദ്യം അവൻ സാവകാശം നൽകി, സ്വാതന്ത്ര്യം നൽകി, സമൃദ്ധി നൽകി. അവന് തെറ്റുകുറ്റങ്ങൾ ചെയ്യാനാണ് ഭാവമെങ്കിൽ ആ തെറ്റുകുറ്റങ്ങളുടെ കൊടുമുടി കയറാനുള്ള സൗകര്യം ചെയ്ത് അവസാനം പൊടുന്നനെ ഒരു കടുംപിടുത്തം പിടിക്കുന്ന ആ കടുംപിടുത്തത്തെ സംബന്ധിച്ച് നിർഭയമായിരിക്കുക, ആ മാനസികാവസ്ഥ, ഇത് മൂന്നും വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് ഇറാഖി അതുപോലെ തന്നെ അൽബാനി പോലെയുള്ളവരൊക്കെ ഹസനിന്റെ മർത്തബയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ വൽ അശ്ബഹു അന്നഹു മൗഖൂഫ് എന്നും അതിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അൽബാനി അത് ഹസനാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഏതാണെങ്കിലും ശരി, ഇവിടെ 3 വൻപാപങ്ങൾ പറഞ്ഞു. ഒന്ന് ശിർക്കാണ്. ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, അത് ഹളമുൽ റുബൂബിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിനെ ഹളം ചെയ്യലാണ്, ലംഘിക്കലാണ്. അള്ളാഹുവാണ് സ്രഷ്ടാവ്, അവനാണ് ഉടമസ്ഥൻ, അവനാണ് നിയന്താവ്, അവനാണ് പരിപാലകൻ. ഖാലിഖും മാലിക്കും മുദബ്ബിറുമായി അള്ളാഹു മാത്രമേ ഉള്ളൂ. ഖൽഖിന്റെയും മുൽക്കിന്റെയും തദ്ബീറിന്റെയും അത് ഈ 3 അടിസ്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെട്ട റുബൂബിയ്യത്തിന്റെ എല്ലാ മആനികളും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ റുബൂബിയ്യത്തിന്റെ അവകാശങ്ങളെ ഒരാൾ ലംഘിക്കുന്നു, അതിനെ ഒരാൾ ഇല്ലാതാക്കുന്നു, അതാണ് ശിർക്കിലൂടെ സംഭവിക്കുന്നത്. വതനഖ്ഖുസുൽ ലിൽ ഇലാഹിയ്യ, ആരാധിക്കപ്പെടാൻ ന്യായമായും ആരാധിക്കപ്പെടാൻ തരപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ് എന്നിരിക്കെ അവന്റെ ആ അവകാശത്തെ ചെറുതാക്കലും അതിൽ കുറവ് വരുത്തലുമാണ് ശിർക്കിലൂടെ നടക്കുന്നത്. വസൂഉഹന്നിൻ ബിറബ്ബിൽ ആലമീൻ, പിന്നീട് ശിർക്കിലൂടെ നടക്കുന്നത് റബ്ബുൽ ആലമീനായ അള്ളാഹിനെ കുറിച്ച് കരുതാനും ധരിക്കാനും പാടില്ലാത്ത കാര്യങ്ങൾ തെറ്റായി കരുതുക, ധരിക്കുക എന്നുള്ളതാണ്. ഇത് ഇഗാസത്തുൽ ലഹ്ഫാനിൽ ഇബ്നുൽ ഖയ്യിം കൊടുത്തിട്ടുള്ള ഒരു വിശേഷണമാണ്. ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ ഒരാൾ ഉല്ലംഘിക്കുന്ന പക്ഷം അത് ശിർക്കാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഉലൂഹിയ്യത്ത്, ആരാധ്യത അവന് മാത്രമാണ് അവകാശപ്പെട്ടത്. അതിൽ വരുത്തുന്ന കുറവുകൾ അത് ശിർക്കാണ്. അതുപോലെ തന്നെ തൗഹീദിന് വിരുദ്ധമായ ശിർക്കൻ നിലപാടാണ് അള്ളാഹുവിനെ കുറിച്ച്
കരുതാൻ പാടില്ലാത്ത തെറ്റായ കാര്യങ്ങൾ കരുതുക എന്നുള്ളത്. ആ കാര്യത്തിൽപ്പെട്ടതാണ് അല്ലാഹ് ഒരാൾക്ക് ചിലപ്പോ സാവകാശം കൊടുക്കും, സ്വാതന്ത്ര്യം കൊടുക്കും, സമൃദ്ധി കൊടുക്കും. എന്തിന്? ധിക്കാരവുമായി മുന്നോട്ട് പോകാനാണ് പാപമെങ്കിൽ ധിക്കാരത്തിന്റെ കൊടുമുടി കയറട്ടെ. ആ സന്ദർഭത്തിൽ അള്ളാഹ് എന്നെ പിടികൂടും, ഇത് പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കാതെ അതെനിക്ക് കിട്ടിയിട്ടുള്ള അള്ളാഹിന്റെ വിലായത്താണ് എന്ന് കരുതി നടക്കുന്ന ആളുകൾ, അത് സൂഅന്നിന്റെ റബ്ബിൽ ആലമീൻ, അത് തൗഹീദിന്റെ വിരുദ്ധമായ ശിർക്കൻ നിലപാടാണ്. അതുപോലെ തന്നെ ഇനി എത്രയൊക്കെ തെറ്റ് ചെയ്തു പോയാൽ റബ്ബുൽ ആലമീനായ അല്ലാഹു റഹ്മാനും റഹീമുമാണ്. അവൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവന്റെ കാരുണ്യം അവന്റെ കോപത്തെ അതിജയിച്ചിട്ടുള്ളവനാണ്. അവന്റെ സൃഷ്ടികളോട് കരുണ ചെയ്യണമെന്നത് അവൻ തന്നെ അവന്റെ മേൽ നിയമമാക്കിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാതെ നിരാശപ്പെട്ടു പോവുക എന്നുള്ളത് അതും തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. അതുകൊണ്ടൊരു മുവഹ്ഹിദായ മനുഷ്യൻ, മുഖ്ലിസായ മനുഷ്യൻ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് അവന്റെ ആരാധ്യതയും അവന്റെ ഏകത്വവും അംഗീകരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിലേക്ക് അവൻ യാത്ര ചെയ്യേണ്ടത് രണ്ട് ചിറകുകളിലാണ്. ഒന്ന് ഖൗഫിന്റെ ചിറക്, മറ്റൊന്ന് റജാഇന്റെ ചിറക്. ഖൗഫിന്റെ ചിറകുമാണ്. അത് ഖൗഫില്ലാതായി കഴിഞ്ഞാൽ ഒരു ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ ആ മനുഷ്യൻ അള്ളാഹുവിലേക്കുള്ള യാത്ര അള്ളാഹുവിലേക്ക് എത്താതെ നടുവഴിയിൽ തകർന്നു വീഴേണ്ടി വരും. ഇനി മറിച്ചാണെങ്കിലോ വെറും പേടി തന്നെയാണ്. അള്ളാഹിനെ കുറിച്ച് പേടി, പെരും പേടി മാത്രം, ഒരു പ്രതീക്ഷയില്ല, നിരാശ, കടുത്ത നിരാശ, നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുന്നു. അള്ളാഹനെ സ്വീകരിക്കൂല, ഞാൻ ചെയ്തിട്ടൊരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ മറ്റേ തല പൊളിഞ്ഞു പോകും, ആ യാത്ര അവിടെ കൊണ്ട് അവസാനിക്കും, തകർന്ന് വീഴേണ്ടി വരും. മറിച്ച് ഈ രണ്ട് ചിറകുകളെയും ഒരേപോലെ ബാലൻസ് ഒപ്പിച്ചുകൊണ്ട് വേണം അള്ളാഹുവിനുള്ള സൈർ, അള്ളാഹുവിലേക്കുള്ള നസീർ, സഞ്ചാരം ഒരു മുഖ്ലിസ് പൂർത്തീകരിക്കാമെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും പല സന്ദർഭങ്ങളിലുമായി പറഞ്ഞു പോയിട്ടുള്ളത്. ഇതിൽ വീഴ്ച വരുത്തിയാൽ, റജാഇലും ഖൗഫിലും വീഴ്ച വരുത്തിയാൽ, അള്ളാഹുവിനെ ഭയപ്പെടേണ്ട പ്രകാരം ഭയപ്പെടുകയും അതേ സന്ദർഭത്തിൽ തന്നെ അവരിൽ പ്രതീക്ഷ, തികഞ്ഞ പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്യാതെ പോയാൽ അവന്റെ ഏകത്വത്തെയും അവന്റെ അനിതരമായിരിക്കുന്ന അവന് മാത്രമുള്ള അദ്വിതീയമായ ഗുണവിശേഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ പോവുകയും ചെയ്താൽ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ വിചാരിച്ച് അവന്റെ ഏകത്വത്തിനും അവന്റെ അദ്വിതീയമായ ഗുണവിശേഷങ്ങൾക്കും നിരക്കാത്ത, തൗഹീദിന് നിരക്കാത്ത ശിർക്കിലേക്ക് പോയി പോകുന്ന ചിന്താഗതിയിലും മനുഷ്യനകപ്പെടും. അതുകൊണ്ടാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ മസ്അല തൗഹീദിന്റെ മസ്അലകളിൽപ്പെടുത്തിയത്. ഇതിന് വിരുദ്ധമായ നിലപാട് ശിർക്കിന്റെ നിലപാടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താ ശിർക്ക്? ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ ഹളുമുൽ ലിർറുബൂബിയ്യ വതനഖ്ഖുസുൽ ലിൽഇലാഹിയ്യ വസൂഉ മന്നിൻ ബിറബ്ബിൽ ആലമീൻ. റുബൂബിയ്യത്തിന്റെ അവകാശങ്ങൾ അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അതൊരാൾ ലംഘിക്കുകയാണെങ്കിൽ അത് ശിർക്കാണ്. ഉലൂഹിയ്യത്ത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ കുറവ് വരുത്തുകയാണെങ്കിൽ, ആരാധന ആർക്കെങ്കിലും പകുത്തു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആരാധന ചെയ്യുകയാണെങ്കിൽ അത് ശിർക്കാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് അതുല്യമായ അദ്വിതീയമായ ഗുണങ്ങളുണ്ട്, സുഫാത്തുകളുണ്ട്. ആ സുഫാത്തുകളെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ അത് തെറ്റായ രൂപത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ് അള്ളാഹിനെ കുറിച്ച് കരുതി വെച്ചാൽ റബ്ബുൽ ആലമീനായ അള്ളാഹിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ഇത്തരം ധാരണകൾ അതും ശിർക്കാണ്, ശിർക്കിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അള്ളാഹ് ഞാൻ എന്ത് തെറ്റിയതാൽ എന്നെ പിടികൂടൂല എന്ന് അൽ അംനു മിൻ മക്രില്ല, അത് മുനാഫി ലിത്തൗഹീദ്, തൗഹീദിന് വിരുദ്ധമാണ്.
അതുപോലെ തന്നെ എന്റെ അടുക്കൽ കുറച്ച് തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോയാൽ ഇനി അള്ളാഹ് എന്നെ തിരിച്ചെടുക്കില്ല, ഞാൻ തൗബ ചെയ്തിട്ട് കാര്യമില്ല എന്ന് നിരാശപ്പെടുന്നതും അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്ന ആ ഗുണവിശേഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ അള്ളാഹിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന ശിർക്കൻ നിലപാടാണത്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിനാൽ ഒരു മുഖ്ലിസ് അയാൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഈ രണ്ട് ചിറകുകളും ബാലൻസ് ഒപ്പിച്ചു വേണം പോകാൻ. ഒന്ന് ജനാഹുൽ ഖൗഫ്, മറ്റൊന്ന് ജനാഹുർ റജാ. ഒന്ന് ഭയപ്പാടുകളുടെ ഭയവിഹ്വലതയുടെ ചിറകാണ്, മറ്റൊന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ ചിറകാണ്. ഈ രണ്ട് ചിറകുകളിലാണ് ഒരു മുഖ്ലിസ് അള്ളാഹുവിലേക്ക് യാത്ര തുടരേണ്ടത്. ഇനി ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? കബായിറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്താണ് കബായിർ, വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തെറ്റ്, വൻ പാപം, മോർട്ടൽ സിൻ എന്ന് പറയപ്പെടുന്നത് എപ്പോഴാണ്? അതിനെ വൻ പാപമായിട്ട് പരിഗണിക്കുന്നതിനുള്ള വ്യവസ്ഥ താഴെ പറയുന്നതാണ്. ഒന്ന്, ഏതെല്ലാം തെറ്റുകളെക്കുറിച്ച് അതിന്റെ പരിണതി നരകമായിരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ അത് വൻ പാപമാണ്. ഏതുപോലെ ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഈറ. യതീമുകളുടെ സ്വത്ത് ഭക്ഷിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത്തരക്കാരായ ആളുകൾ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ, അവർ ഭക്ഷിക്കുന്നത്, അവരുടെ വയറ്റിലേക്ക് അവർ ഭക്ഷിക്കുന്നത് തീയാണ്. വസയസ്ലൗന സഈറ, നരകത്തിൽ സഈറിൽ കൊണ്ടുപോയിട്ട് അവർ കരിക്കപ്പെടുകയും ചെയ്യും. അപ്പോ ഏതൊരു തെറ്റ് അതിന്റെ പരിണതി തീയാണ്, നരകമാണ് എന്ന് പറയപ്പെട്ടുവോ ആ തെറ്റുകളൊക്കെ, അത്തരം തെറ്റുകളൊക്കെ വൻപാപങ്ങളിലുണ്ട്. രണ്ടാമത്തേത് ഔ ലഅന, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലഅനത്തുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുള്ള തെറ്റുകളെല്ലാം വൻപാപങ്ങളുടെ ശ്രേണിയിലാണ്, ആ ഇനത്തിലാണ്, ഗണത്തിലാണ് ഉൾപ്പെടുത്തുക. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമ ഖാലിദൻ ഫീഹാ വഗളിബ അല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അദീമ. ഒരാൾ ഒരു മുഅ്മിനായ മനുഷ്യനെ അബദ്ധവശാലല്ല ബോധപൂർവം കൊലപ്പെടുത്തിയാൽ ഫജസാഉഹു ജഹന്നം, അതിനുള്ള ശിക്ഷ നരകമാണ്. ഖാലിദൻ ഫീഹാ, അവനതിൽ ശാശ്വതനായിരിക്കും. വഗളിബ അല്ലാഹു അലൈഹി, അല്ലാഹു അവനോട് കോപിച്ചിരിക്കും. വലഅനഹു, അല്ലാഹു അവനെ ലഅനത്ത് ചെയ്തിരിക്കും. ഇങ്ങനെ ലഅനത്തുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വൻപാപങ്ങളിലാണ് പെടുക. ഔ ഗളബ്, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗളബ് ഉണ്ട് എന്ന് പറയുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപമുണ്ട് എന്ന് പറയുന്ന കാര്യം, അതിനുള്ള ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. അതിനു പുറമെ പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ച് ദുരാരോപണം ഉന്നയിക്കുന്നത്. ഒരാൾ തന്റെ ഭാര്യ, ആ ഭാര്യയെക്കുറിച്ച് ഭാര്യനെ ആൾക്ക് ഇഷ്ടമല്ല, തൽക്കാലം ഒഴിവാക്കി കിട്ടണം. അതിന് ഏറ്റവും നല്ലത് എന്താ? ഒരാളെ വടക്കാക്കി അരിക്കാക്കാൻ അത് ഏറ്റവും അടുത്ത ആളാണെങ്കിലും ഏറ്റവും അകന്ന ആളാണെങ്കിലും ഇന്ന് ഉപയോഗിക്കുന്ന ആദ്യത്തെ തന്ത്രം അയാളെ പറ്റിയിട്ട് ഒരു പെണ്ണുകേസ് ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ലൈംഗിക അപവാദം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരാൾ അങ്ങനെ ഭാര്യയെ കുറിച്ചിട്ട് പറഞ്ഞു, ഭാര്യനെ ഒഴിവാക്കി കിട്ടണം, അതിന് വേണ്ടിയിട്ട് അവളെ കുറിച്ചിട്ടാണ് പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുലാഹനത്തിന്റെ കാര്യം പറയുന്നിടത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ കളവുണ്ടായിരിക്കട്ടെ, മറിച്ച് കളവാണെങ്കിൽ ഇയാളുടെ പേരിൽ അള്ളാഹുവിന്റെ കളവുണ്ടായിരിക്കട്ടെ എന്നത് അതിന്റെ വിപരീതാർത്ഥമാണ്. ഇങ്ങനെ കളവുണ്ടാകും ഏതൊരു തെറ്റ്, ആ തെറ്റിന്മേൽ യതറത്തബു അലൈഹി ഗളബും മിനല്ലാഹ്, അള്ളാന്റെ കളവുണ്ടാകുമെന്ന് പറയുന്നുവോ, പറയപ്പെട്ടിട്ടുണ്ടോ, ആ തെറ്റുകളെല്ലാം തന്നെ വൻപാപങ്ങളുടെ ശ്രേണിയിലാണ്. ഒന്ന് നരകമുണ്ട് എന്ന് പറയുന്നത്, രണ്ട് ലഅനത്തുണ്ട് എന്ന് പറയുന്നത്,
മൂന്ന് അള്ളാന്റെ ഗളബുണ്ട് എന്ന് പറയുന്നത്. നാലാമത്തേത് ഔ അദാബ്, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു ഹദ്ദോ തഅ്സീറോ പറയപ്പെട്ടിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, ഹദ്ദോ തഅ്സീറോ പറയപ്പെട്ടിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അതിൽപ്പെട്ടതാണ് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. കൊലപാതകത്തെ പറ്റി പറഞ്ഞു. കൊലപാതകത്തിന് അള്ളാഹു പ്രതിക്രിയ വെച്ചിട്ടുണ്ട്. അത് അള്ളാന്റെ ഹജ്ജാണ്. ഒരടിമയെ കൊന്നാൽ പകരം ഒരു അടിമയെ കൊല്ലണം, ഒരു സ്വന്തനെ കൊന്നാൽ പകരം ഒരു സ്വന്തനെ കൊല്ലണം. അതുപോലെ തന്നെ ഒരു ആണിനെ കൊന്നാൽ പകരം ഒരു ആണിനെ കൊല്ലണം, ഒരു പെണ്ണിനെ കൊന്നാൽ പകരം ഒരു പെണ്ണിനെ കൊല്ലണം. അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങൾ, ഈ പ്രതിക്രിയകൾ, ശിക്ഷകൾ അതിൽ പറഞ്ഞിട്ടുള്ളതിനാൽ അത് വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ് പെടുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു ഔ നഫീൽ ഈമാൻ, അല്ലെങ്കിൽ ഈമാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈമാനോ ഈമാനിന്റെ പൂർണ്ണതയോ ഇല്ലെന്ന് പറയപ്പെട്ട കാര്യങ്ങൾ അത് വൻപാപങ്ങളിലാണ് പെടുക. ഏതുപോലെ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ലാ യുഅ്മിനൂൻ, അവർ മുഅ്മിനീകളാകാൻ പോകുന്നില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ താങ്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവാക്കുന്നത് വരെ, റസൂലുള്ള ജീവിച്ചിരിക്കെ റസൂലുള്ളാഹിന്റെ വിധി ചോദിക്കാതെ താമൂത്തിന്റെ അടുക്കൽ പോയിട്ട് വിധി ചോദിച്ചിട്ടുള്ള ആളുകൾ, അത് ചെയ്തിട്ടുള്ള ആ തെറ്റ് ചെറിയ തെറ്റല്ല, അത് കബായിറിലാണ് എണ്ണുക. കാരണം എന്താണ്? ആ നടപടിയെക്കുറിച്ച് പറയുന്നിടത്ത് നഫിയുൽ ഈമാൻ, അവർക്ക് ഈമാനില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ വൻകുറ്റങ്ങളിൽ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് മൻ ബരിഅ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളൊരു തെറ്റ് ചെയ്യുന്നു, ആ തെറ്റിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വിഷയാധിഷ്ഠിതമായ ബറാഅത്ത് രേഖപ്പെടുത്തുന്നു. ആ വിഷയത്തിൽ എനിക്ക് അദ്ദേഹവുമായിട്ടൊരു ബന്ധമല്ല, അതിൽ നിന്ന് റബ്ബേ ഞാനിതാ പൂർണ്ണമായി എന്റെ ബറാഅത്ത്, എന്റെ നിരപരാധിത്വം, എന്റെ ഒഴിവ് ഞാനിതാ രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഏതുപോലെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞു അന ബരീഉൻ മിമ്മാ ബരിഅ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒഴിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞുവോ അതിൽ നിന്നൊക്കെ ഞാനും ഒഴിഞ്ഞിരിക്കുന്നു. അതിനോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അത് വിഷയാധിഷ്ഠിതമായ ബറാഅത്ത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അഥവാ ജുസ്ഇയ്യത്തായ ബറാഅത്ത് രണ്ടെണ്ണമുണ്ട്, ബറാഅത്തുൽ കുല്ലിയ്യ, ബറാഅത്തുൽ ജുസ്ഇയ്യ. ആ ബറാഅത്തുൽ ജുസ്ഇയ്യ എന്നിട്ട് അദ്ദേഹം തുടർന്നുകൊണ്ട് പറഞ്ഞു ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബരിഅ മിനസ് സ്വാലിഖ വൽ ഹാലിഖ വശാഖ റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറാഅത്ത് രേഖപ്പെടുത്തി. ഒന്ന് അസ്വാലിഖ, ആപത്തുകൾ വരുമ്പോൾ ഉച്ചത്തിൽ അട്ടഹസിച്ച് കരയുന്നവൻ, അവനുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഒരാൾ മരിച്ചു, വീട്ടിലൊരാൾ മരിച്ചു, അവിടെ വാവിട്ട് അട്ടഹസിച്ച് കരഞ്ഞാൽ ചെറിയ തെറ്റായി കണക്കാക്കേണ്ട, അത് കബായിറിൽപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ബറാഅത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് അൽ ഹാലിഖ, ഇങ്ങനെ മരണമോ അതുപോലുള്ള ആപത്തുകളോ വരുമ്പോൾ മുടിയെല്ലാം തന്നെ ഷേവ് ചെയ്ത് നടക്കുന്ന ഒരു സ്വഭാവം ജാഹിലിയ്യത്തിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അവരുമായിട്ട് എനിക്ക് ബന്ധമില്ല. മൂന്നാമത്തേത് ശാഖ, ശാഖത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു. ആപത്തുണ്ടാകുന്ന സന്ദർഭത്തിൽ ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്, ദുഃഖത്തിന്റെ ആധിക്യം കാണിക്കാൻ വേണ്ടിയിട്ട് മാറിടം വലിച്ചു കീറുന്ന സ്വഭാവക്കാരായ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരുമായിട്ട് എനിക്ക് ബന്ധമില്ല. അവരിൽ നിന്ന് റസൂൽ ഒഴിഞ്ഞു, അതിനാൽ ഞാനും ഒഴിയുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 3 തെറ്റുകളും ചെറിയ തെറ്റുകളല്ല. ഈ പറഞ്ഞ 3 തെറ്റുകളും കബായിറിന്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് നമ്മൾ ചെയ്തവൻ തമ്മിൽപ്പെട്ടവനല്ല. ഞാൻ ബരിയാണെന്ന് പറയണമെന്നില്ല, ഈ ഭാഷ പറഞ്ഞ അതും അതിൽപ്പെട്ടതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു
ദിവസത്തിന്റെ മങ്ങാടിയിൽ ചെന്നു. ഒരാള് ഒരു ഭക്ഷണത്തിന്റെ ഒരു കൂമ്പാരങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല അതിനകത്തേക്ക് കൈ ഇങ്ങനെ ഒന്ന് ഇറക്കിയിട്ട് നോക്കിയപ്പോ കൈ നിറഞ്ഞു കാണുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി മഴ പെയ്തപ്പോ നിറഞ്ഞിരുന്നു. എന്നാ അത് എല്ലാരും കാണുന്ന രൂപത്തിൽ വെക്കണ്ടേ, നീ അത് ഉറപ്പിച്ചു വെച്ചിട്ട് തിരുത്തണം. വൻപാപങ്ങളുടെ ശ്രേണിയിൽ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പെടുക. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഹിയ ഇലാ 700 അഖറബു മിൻഹാ ഇലാ 7. വൻപാപങ്ങൾ 7 എന്നതിനേക്കാൾ 700 എന്ന് പറയുന്നതാണ് ശരി. ഗൈറ അന്നഹു ലാ കബീറ മഅൽ ഇസ്തിഗ്ഫാർ വലാ സഗീറ മഅൽ ഇസ്റാർ. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അല്ലാഹുവിനോട് അനുദപിക്കുന്ന മനസ്സുമായി നിർവ്യാജം ഖേദിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ പൊറുക്കാത്ത ഒരു വൻപാപമില്ല. അനുദപിക്കുന്ന മനസ്സുമായി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ പൊറുക്കാത്ത ഒരു പാപവുമില്ല. അത്താഇബു മിനൽ ദംബ് കമൻ ലാ ദംബ ലഹ്. ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റിൽ നിന്ന് നസൂഹായ തൗബ, കളങ്കമില്ലാത്ത തൗബ അയാൾ ചെയ്താൽ, അത്താഇബു മിനൽ ദംബ്, അതിൽ നിന്ന് അയാൾ മടങ്ങിയാൽ കമൻ ലാ ദംബ ലഹ്, പിന്നെ ആ തെറ്റയാൾ ചെയ്തിട്ടില്ലാത്തവനെ പോലെ പരിശുദ്ധനാണ്. ചിലപ്പോ ചില ആളുകൾക്കുണ്ട് ഒരു മനോഭാവം, മുമ്പ് കാലത്ത് ഒരാളുടെ അടുക്കൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും അവനെ കാണുമ്പോ ആ നിരക്കൊരു കാണും. ആളതിൽ നിന്ന് ശരിക്ക് പുറത്തു കിടക്കാവുന്ന തരത്തിൽ തൗബ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ തൗബ ചെയ്ത ഒരാളെ പിന്നെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, ആ രണ്ടാം കണ്ണുകൊണ്ട് കാണുന്നത്, അത് ഈ ഹദീസിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അങ്ങനെ ഒരു രണ്ടാം കാഴ്ച വേണ്ട എന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അത്താഇബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹ്. അത്താഇബു മിനൽ ദംബ് കമൻ ലാ ദംബ ലഹ്. അതുപോലെ തന്നെ വലാ സഗീറത്തൻ മഅൽ ഇസ്റാർ. ചെറിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ പാപം ഇഷ്ടംപോലെ ആവർത്തിക്കാണ്. ചെറിയ പാപത്തിൽ തന്നെയാണെങ്കിൽ അത് ചെറിയ പാപമായിരിക്കില്ല, അത് വൻ പാപമായി മാറും. അത് ഏതുപോലെ ഒരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇയ്യാകും വമുഹഖ്ഖിറാത്തിസ് ദുനൂബ് ഫഇന്നഹുന്ന ഇദാ ഇജ്തമഅന അലാ റജുലി യുഹ്രികുഹു. നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. വമുഹഖ്ഖിറാത്തിസ് ദുനൂബ്, ചെറുദോഷങ്ങൾ എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളെക്കുറിച്ച്. കാരണം ഈ ചെറിയ പാപങ്ങൾ എന്ന് നിങ്ങൾ കരുതുന്ന ഈ കാര്യങ്ങൾ തന്നെ അതിങ്ങോട്ട് കൂപാരമായി വർദ്ധിച്ചു വന്നാൽ, ഒരുമിച്ച് കൂടിയാൽ യുഹ്ലികുഹു, അത് തന്നെ മതി ഒരു മനുഷ്യനെ നാശത്തിലകപ്പെടുത്താൻ. അത് മുഹ്ലിക്കത്തിന്റെ ഇനത്തിലേക്ക് ഉൾപ്പെടാൻ, അത് മൂബിഖത്തിന്റെ ഇനത്തിലേക്ക് ഉൾപ്പെടാൻ, അത് കബായിറിന്റെ ഇനത്തിലേക്ക് ഉൾപ്പെടാൻ അത് തന്നെ മതി. എന്നിട്ട് റസൂലുള്ളാഹി ഒരു ഉപമയും കൂടെ പറഞ്ഞിട്ടുണ്ട്. കഖൗമിൻ നസറുവാദിൻ, ഒരു പറ്റം ആളുകൾ ഒരു താഴ്വരയിൽ വന്നിറങ്ങി. അങ്ങനെ അവരവിടെ വന്നിറങ്ങിയപ്പോൾ അവർക്ക് ഭക്ഷണം പാചകം ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് തണുപ്പുണ്ടപ്പോ ആ തണുപ്പൊക്കെ അകറ്റണം. അതിനു വേണ്ടിയിട്ട് അവർ തീയുണ്ടാക്കാൻ തുടങ്ങി. ഒരാൾ പോയിട്ട് ഒരു ഓരക്കടി കൊണ്ടുവന്നു, ഒരാൾ പോയിട്ട് വേറെ ചെറിയ കൊമ്പ് കൊണ്ടുവന്നു. അങ്ങനെ ഒരുത്തനേത് ഓരോരുത്തരും കൊണ്ടുവന്നത് ഓരോ ഓരക്കടി ഓരോ കമ്പും ചെറുതുമാണ്. എല്ലാം കൂടി കൂട്ടിയിട്ട് അതിൽ തീയിട്ടപ്പോ വലിയ ഒരു തീക്കൂമ്പാരമുണ്ടായി എന്നതുപോലെയാണ് എന്റെ കഥ. അതുകൊണ്ട് അതിനാൽ ഈ രണ്ട് കാര്യങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൂടി നമ്മുടെ മനസ്സിൽ വെക്കണം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ അത് വളരെ അത്യാവശ്യമാണ്. ഒന്ന്, ഒരു വൻപാപത്തിൽപ്പെട്ട ഒരു പാപം തന്നെ ഒരാളിൽ നിന്ന് ചെയ്തു പോയാൽ അതിൽ നിന്ന് നസൂഹായ തൗബ ചെയ്താൽ, ഇസ്തിഗ്ഫാർ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പാപത്തിന്റെ ഗിൽറ്റി കോംപ്ലക്സുമായിട്ട് പിന്നെ നടക്കണ്ട, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരാളെ കാണണ്ട. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാത്തൊരു പാപമില്ല.
അയാൾക്ക് ആ കാര്യത്തിൽ ശരിയായ പശ്ചാത്താപം ഉണ്ടാകണമെന്ന് മാത്രം. അതുണ്ടെങ്കിൽ വലാ കബീറ മഅൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹ് കൊടുത്ത ഒരു പാപം പിന്നെ അതൊരു കബീറത്ത് നിലനിൽക്കൂല. അങ്ങനെ ഒരു കബീറത്ത് ഒരുക്കം ചെയ്ത അയാളോ അല്ലെങ്കിൽ മറ്റുള്ള ആളോ അയാളുടെ ആത്മീയതയ്ക്കുമേൽ വീണ്ടും ഒരു കരുതൽ പരത്തിക്കൊണ്ട് ഞാൻ ആ കുറ്റവാളിയാണല്ലോ എന്ന കോംപ്ലക്സ് അയാൾക്കോ മറ്റുള്ളവർക്കോ വേണ്ട. അത്തായിബു മിനൽ കമല്ലാ ദംബര ഒക്കെ ഇസ്ലാം കിട്ടുന്ന ഗുണമാണ്. വേറെ എവിടെയും കിട്ടൂല ഈ വിട്ടുവീഴ്ച, വേറെ എവിടെയും കിട്ടൂല. അതേപോലെ തന്നെ ഞാൻ വൻപാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, മതി ചെറിയ പാപങ്ങൾ ധാരാളം ചെയ്താൽ അത് തന്നെ മതി. വലാ സഗീറത്തൻ മഅൽ ഇസ്റാർ, സഗീറത്തായി നിൽക്കൂല. അതിന്മേൽ നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ അതിൽ മൂടുറച്ച് അത് തന്നെ ആവർത്തിച്ച് അത് ഇനങ്ങൾ ധാരാളം ചെയ്യുകയാണെങ്കിൽ, അതിനാൽ ഇയ്യാകും വമുഹഖറാത്തിൻ ദുനൂബ് ഫഇന്നഹുന്ന ഇദാ ഇജ്തമഅന അലാ റജുലി യുഹ്ലികു ലഹു, അത് ഒരുമിച്ച് കൂടിയാൽ അതിനാൾ ഇസ്റാർ ചെയ്താൽ അത് മുഹ്ലികാത്തിന്റെ ഇനത്തിലേക്ക് ഉൾപ്പെടും എന്ന കാര്യം നമ്മൾ സൂക്ഷിക്കണം. ഖാല മുസന്നിഫ് ശൈഖുൽ ഇസ്ലാം തുടർന്നുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അസറാർ ഉദ്ധരിക്കുന്നത്, قال أكبر الكبائر الإشراك بالله, ഏറ്റവും വലിയ നേരത്തെ വായിച്ചു ഇബ്നു മസ്ഊദിൽ നിന്നുള്ളത് അക്ബറുൽ കബായിർ, വൻപാപങ്ങളിലെ ഏറ്റവും വലിയ പാപം. വൻപാപങ്ങൾ 7 10 700 എന്ന് പറയലാണ് ശരി. അഖറബു ഇലാ 700, അത് 700-ലേക്കാണ് ഏറ്റവും അടുത്തത്, 7-നേക്കാൾ മിൻ 7 എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞല്ലോ. ആ വൻപാപങ്ങളുടെ കൂട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ വൻപാപങ്ങളിൽപ്പെട്ടതാണ് ഒന്ന് അശ്ശിർക്ക്, അൽ-ഇശ്റാകു ബില്ലാഹ്. രണ്ടാമത്തേത് വൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിന്റെ മക്രിനെ കുറിച്ച് ഒരാൾക്ക് പേടില്ലാതാകുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു പാപിയായ മനുഷ്യന് ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണത്. ഞാനെന്ത് തെറ്റി? ഒന്നുമില്ലല്ലോ, അള്ളാഹ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കല്ലേ. എന്റെ കച്ചവടം ഉത്തരോത്തരം പുരോഗമിച്ചുകൊണ്ടിരിക്കും, എനിക്ക് സുഹൃത്തുക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും വെച്ച് നല്ല രോഗിയാണ്. ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിരുന്ന പഞ്ചായത്തിൽ അതിലും ജയിച്ചിട്ടുണ്ട്. മാത്രമല്ല വേറെപ്പല്ല കണ്ടാൽ ഞാനിങ്ങനെ അങ്ങാടി കൂടി പോകുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ മുണ്ട് താഴ്ത്തിരുന്നാണ്, ചിലരൊക്കെ ഇരിക്കുന്നിടത്ത് നീക്കുന്നതാണ്. എനിക്ക് ആന്നം തീനം അഭിവൃദ്ധിയാണ്. ഈ യഥാർത്ഥത്തിൽ അത് ഇസ്തിദ്റാജാണ്, അത് അള്ളാഹുവിന്റെ ഹദിയാത്താണ്, അള്ളാഹുവിന്റെ മക്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കുറച്ചുകൂടി സമൃദ്ധി കൊടുക്കുന്നു, കുറച്ചുകൂടി സാവകാശം നൽകുന്നു, കുറച്ചുകൂടി അവന് സ്വാതന്ത്ര്യം നൽകുന്നു. എന്തിന്? അവന്റെ ധിക്കാരം, അതുമായിട്ട് അവൻ എത്ര പോകും? ആ ധിക്കാരത്തിൽ അവന് പോകാവുന്നിടത്തോളം കയറട്ടെ, എന്നിട്ട് വലിച്ചിടുമ്പോഴാണ് കൂടുതൽ പരിക്കുണ്ടാകുക. അതുകൊണ്ട് തന്നെ ധിക്കാരത്തിന്റെ ആ കൊടിമുടിയിൽ അവന് കയറാൻ അള്ളാഹുവിന് സാവകാശവും അള്ളാഹുവിന് സൗകര്യവും അള്ളാഹുവിന് സ്വാതന്ത്ര്യവും അള്ളാഹുവിന് സമൃദ്ധിയും കൊടുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയമായിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വൻപാപങ്ങളിലെ ഏറ്റവും വലിയ വൻപാപമാണ്. ഇത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പുണ്ടാകുന്ന മാനസികാവസ്ഥയാണ്. അതേപോലെ തന്നെ വൽ ഖുനൂതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുക എന്നുള്ളത്. ആ കാര്യത്തെ തന്നെ വീണ്ടും പറഞ്ഞു വൽ യഅ്സു മിർ റൗഹില്ലാഹ്. അത് രണ്ടും ഖുർആനിലെ രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വന്ന പദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. ഒന്ന് ഇബ്രാഹിം നബിയുടേതാണ് ഖുനൂത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തെക്കുറിച്ച് ഖുനൂത്തായിത്തീരുന്നത്, ഖുനൂത്ത് വരുന്നത് വാലായ മനുഷ്യനാണ്, വഴിതെറ്റിയവരാണ് എന്ന് ഇബ്രാഹിം നബിയും. അള്ളാഹുവിന്റെ ഈ റൗഹിനെ കുറിച്ച്, അവന്റെ റഹ്മത്തിനെ കുറിച്ച് യഅ്സ് വരുന്നത് കാഫിറുകൾക്ക് മാത്രമാണ് എന്ന് യാഖൂബ് നബിയും പറഞ്ഞ ആ വാക്ക് തന്നെ ഈ ഹദീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. റവാഹു അബ്ദുർ റസാഖ് വറവാഹു ഇബ്നു ജരീർ ബിഅസാനീദ സ്വഹീഹ അൻ ഇബ്നു മസ്ഊദ്. ഇത് വേറെയും സഹീഹായ സനദിലൂടെ ഇബ്നു ജരീറും ഇബ്നു മസ്ഊദിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ യജ്മഉ ബൈനൽ ഖൗഫി വറജാ, ഇത് രണ്ടും സമന്വയിപ്പിക്കണം. ഒരു ചിറക് ഖൗഫിന്റേതാണെങ്കിൽ മറ്റൊരു ചിറക് റജാഇന്റേതായിരിക്കും. ഒരാൾക്ക് വെറും ഖൗഫ് മാത്രമുള്ളൂ എങ്കിൽ
അയാൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് വഴിപിഴച്ചിട്ട് അയാൾ വഈദികളിലേക്ക്, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള തെറ്റായ കക്ഷികളിൽ ഒരു വലിയ വിഭാഗമായിട്ടുള്ള വഈദികളിലേക്ക് അദ്ദേഹം തെന്നിമാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഏത് വൻപാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ വൻപാപം ചെയ്ത ആള് നരകത്തിലാണ്, ശാശ്വതനാണ് എന്നുള്ളവർക്ക് എത്തും വരാൻ. ആളെ സംബന്ധിച്ച് മുസ്ലിമാണോ മുസ്ലിം അല്ല എന്ന് ചോദിച്ചാൽ കുടുങ്ങും. അപ്പൊ അവർ പറയും മന്ദിരത്തും ബൈനൽ മന്ദിരത്തെയും എന്നൊക്കെ പറയേണ്ടി വരും. അയാൾ മുസ്ലിമും അല്ല കാഫിറും അല്ല, ഇതിന്റെ അടക്കൊരു മന്ദിരയാണ് എന്നൊക്കെ അവർ പറയേണ്ടി വരും. അല്ല, വൻപാപങ്ങൾ വെറും വഴിയിലേക്ക് പോകുന്നതിന് അർത്ഥമല്ല. ഭയപ്പെടണം, ശരിക്ക് ഭയപ്പെടണം. ആ ഭയത്തിൽ തുടങ്ങി ഭയത്തിൽ അവസാനിക്കുന്ന സംശയമല്ല. അതേ സന്ദർഭത്തിൽ അതിനെ ബാലൻസ് ചെയ്യാൻ ആവശ്യമായ റജാ, അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, അവന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, അവന്റെ പ്രതിഫലത്തിലുള്ള മോഹം, അതൊരിക്കലും താഴെ പോകാൻ പാടില്ല. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ജംഅ ചെയ്യൽ നിർബന്ധമാണ്. അതിനാൽ വകാന സലഫ്, ഇനിയുള്ള ഭാഗം ഷാരിഹ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞാൻ വായിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഭാഗം ഉപകരിക്കുമെന്നതുകൊണ്ട്. സലഫുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളായ സ്വഹാബത്തും അവരെ പിന്തുടർന്നു വന്ന താബിഉകളും അവർക്ക് ശേഷം വന്ന താബിഉകളും അടങ്ങുന്ന ഖുറൂൻ മുഫമ്മല അൽ മഷ്ഹൂദ് ലഹാ ബിൽ ഖൈരിയ്യ, ശ്രേഷ്ഠ സമുദായം അല്ലെങ്കിൽ ശ്രേഷ്ഠ വിഭാഗം എന്ന് പറയപ്പെട്ട ആ തലമുറക്കാർ, അവര് യസ്തഹിബ്ബൂന അൻ യഖ്വാ ഫി സ്സഹ്ഹതി അൽ ഖൗഫ്, ഒരാൾ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത്, കരുത്തുള്ളവനായിരിക്കുന്ന സന്ദർഭത്തിൽ അയാളിൽ കൂടുതൽ ശക്തിപ്പെടേണ്ട വികാരം അല്ലാഹുവിനെ കുറിച്ചുള്ള ഖൗഫായിരിക്കും. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആശയങ്ങളാണ് ഇവിടെ ഷാരിഹ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആ കാര്യം ഗ്രാസ്പ് ചെയ്യാം. ഞാൻ സ്വന്തം പറയാതെ നിങ്ങൾക്ക് ആ വാക്കുകൾ തന്നെ വായിച്ചു തരുന്നത് പല തരത്തിൽ ഗ്രാസ്പ് ചെയ്യുന്നവരുണ്ടാവും. നന്നായി ഗ്രാസ്പ് ചെയ്യുന്നവർക്ക് അതിന്റെ ആളെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനാൽ നല്ല ആരോഗ്യവും നല്ല കെൽപ്പുമുള്ള സമയത്ത് ഒരാളുടെ മനസ്സിൽ ഏറ്റവും ശക്തിപ്പെടേണ്ടത് അൽ ഖൗഫു മിനല്ലാഹ് എന്നുള്ളതാണ്, അള്ളാഹുവിനോടുള്ള ഭയമാണ്. വഫിൽ മറദി അർറജാ, എന്നാൽ ഒരാൾ ആരോഗ്യമുള്ള സമയമല്ല, അയാൾ അനാരോഗ്യത്തിലാണ്, അയാൾക്ക് രോഗമാണ്. ആ സന്ദർഭത്തിൽ അയാളിൽ കൂടുതൽ ശക്തിപ്പെടേണ്ടത് റജാഇന്റെ വശമാണ്, റജാഇന്റെ വികാരമാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ, അവന്റെ നിഅമത്തിൽ, അവന്റെ സവാബിൽ, അവനിലുള്ള പ്രതീക്ഷകൾ കൂടുതൽ വർദ്ധിക്കണം. ഹാദിഹി ത്വരീഖത്തു അബീ സുലൈമാൻ അദ്ദാറാനി, ഇത് അബൂ സുലൈമാൻ അദ്ദാറാനിയുടെ രീതിയൊക്കെ ഇതായിരുന്നു. അബൂ സുലൈമാൻ അദ്ദാറാനി അറിയപ്പെട്ട മുൻഗാമികളിൽപ്പെട്ടിട്ടുള്ള അറിയപ്പെട്ട ഒരു പണ്ഡിതനും ഇമാമുമൊക്കെയാണ് അദ്ദേഹം. അവരൊക്കെ ഈ നിലപാടുകാരായിരുന്നു. ഇങ്ങനത്തെ രീതിയാണ് ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തെ പോലുള്ളവരും വായിനി. قال وينبغي للقلب أن يكون الغالب عليه الخوف. ഇനി അതേപോലെ ഇതൊരു നുഖ്ത ദഖീഖ, സൂക്ഷ്മമായ ഒരു പോയിന്റാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ അയാൾക്ക് ആരോഗ്യം കരുത്തുള്ള സമയത്ത് അയാളെ കടിഞ്ഞാണിട്ടിട്ട് കൊണ്ടുപോകാൻ എപ്പോഴും മികച്ചു നിൽക്കേണ്ടത് ഖൗഫാണ്. എന്നാൽ ഒരാൾ ആരോഗ്യം പോയി അയാൾ രോഗത്തിലും അയാൾ ക്ഷീണത്തിലുമായിരിക്കുന്ന സമയത്ത് അയാൾ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുവാനും കൂടുതൽ അദ്ദേഹത്തിന് ഒരു ഉന്മേഷം, ഇബാദത്തിനും മറ്റു കാര്യത്തിനും അല്ലാഹുവിലേക്കുള്ള തഖറബിനും ഉന്മേഷം പകരാൻ ഏറ്റവും നല്ലത് റജാഇന്റെ ആ ചിറക് കുറച്ചുകൂടി കൂടുതൽ വീശുന്നതുമാണ്. എന്നാൽ വയംബഗി ലിൽ ഖൽബ്, ഹൃദയത്തിന് ആവശ്യമാണ് അൻ യകൂനൽ ഗാലിബു അലൈഹി, എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഡൊമിനന്റ് ആയി വരേണ്ടത്, മികച്ചു നിൽക്കേണ്ടത് അൽ ഖൗഫ്, ഖൗഫായിരിക്കേണ്ടത്. ഫൈദാ ഗലബ അർറജാഉ അൽ ഖൗഫ ഫസദ അൽ ഖൽബ്, എപ്പോഴാണോ ഒരാൾക്ക് ഭയത്തെക്കാൾ പ്രതീക്ഷ മികച്ചു വെക്കുന്നത്, ഭയമുണ്ട് പക്ഷെ അത് ചെറിയ അളവില്ലാതെ 25%, 30%, എന്നാൽ 50 വിട്ടിട്ട് 70% അയാൾക്ക് പ്രതീക്ഷയാണെങ്കിൽ അയാളുടെ മാനസികമായ ആ സംസ്കരണത്തിന്റെ നിലവാരം കുറഞ്ഞു പോകും. അയാൾ കുറെ കൂടി തെറ്റ് ചെയ്യാനുള്ള അഭിമാനത്തെ അയാളിൽ വന്നുകൊണ്ടിരിക്കും. എന്തായാലും അള്ള പൊറുക്കൂലെ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ
ഒരു സ്വാഭാവിക ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടി അതിജയിക്കേണ്ട വികാരം ഹൗഫാണ്. ഏതൊരു സന്ദർഭത്തിൽ റജായിൽ അതിജയിച്ചു വരുന്നുവോ, ഹൗഫ് താണുപോകുന്നുവോ, അവിടെ നമ്മുടെ മനസ്സിന്റെ ആ സംസ്കൃതിയുടെ നിലവാരം താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ മനുഷ്യ മനസ്സിന്റെ ഈ അവസ്ഥാന്തരങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഭയപ്പാടോടുകൂടി കഴിച്ചുകൂട്ടുന്ന ആളുകൾ, അതും ബിൽ ഗൈബ്, അദൃശ്യമായ നിലക്ക്. അല്ലാഹനെ ഭയപ്പെടുന്നത് ആരും അല്ലാഹനെ കണ്ടിട്ടല്ല, കണ്ടതിൽ ഭയപ്പെടുന്നു. കാണാത്ത കാര്യത്തിൽ ഭയമല്ല, പ്രതീക്ഷയില്ല. അങ്ങനെയുള്ള ഭൗതികന്മാരുണ്ട്. അവർ അള്ളാഹനെ വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഭൗതികമായിട്ട് അവർക്ക് ബോധ്യപ്പെടുന്ന ചില ആംഗിളിൽ മാത്രം അംഗീകരിക്കുകയും ഭൗതികമായ അന്വേഷണത്തിനും പര്യവേഷണത്തിനും അവർക്ക് തെളിഞ്ഞു കിട്ടാത്ത ആംഗിളുകളിൽ അവർ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ യൗമുൽ ആഖിറത്തിനെ കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയോ പാലിക്കുകയോ ചെയ്യുന്നവരുണ്ട്. അവര് അവർക്ക് ഈ ഭൗതിക ജീവിതത്തിന്റെ ഈ ബാഹ്യവശം മാത്രം അറിയുന്ന ആളുകളാണ്. അവർ പരലോകത്തെക്കുറിച്ച് തീർത്തും അശ്രദ്ധരും അതിൽ നിന്ന് മുഖം തിരിച്ചിട്ടുള്ള ആളുകളുമാണ്. അതല്ല പറയുന്നത്. ശരിക്കും അല്ലാഹനെ ഗൈബിൽ ഭയപ്പെടുന്നവരാണ്. അവരെന്താ ചോദിച്ചാൽ ശരിക്കും ഭയപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് ലഹും മഗ്ഫിറ വ അജ്റുൻ കബീർ, വലിയ പാപമോചനങ്ങളും വലിയ പ്രതിഫലവും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അവര് ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ്, എപ്പോഴും ഭയം അവരുടെ ഒപ്പമുണ്ടാകും. ആ ദിവസത്തെ അഥവാ ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞാൽ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, നമ്മുടെ കണ്ണ് നിലക്ക് നിൽക്കൂല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും, വീടുകൊണ്ടിരിക്കും. ഹൃദയം ഒരവസ്ഥയിലും നിലനിൽക്കില്ല, ഹൃദയം പിടച്ചുകൊണ്ടിരിക്കും. ആ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള പേടി അതിലാണ് അവർ കഴിച്ചുകൂട്ടുക. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ മറ്റുള്ളവർക്ക് നൽകും. ആ നൽകുന്ന സമയത്തും വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പിടച്ചുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അവർ പിടക്കുന്നത്? ഹൃദയം പിടക്കുന്നത്, ഭയവിഹുലമാകുന്നത്? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, നിശ്ചയമായും അവരവരുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്, മടങ്ങാനുള്ളവരാണ് എന്ന നിലക്കാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർക്കാണ് ഈ ഖൗഫ് മനസ്സിൽ ലൈവാക്കി നിലനിർത്തുന്ന ആളുകൾ. അവരാണ് യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിച്ച് മുന്നേറാൻ പറ്റുന്ന ആളുകൾ. വഹും ലഹാ സാബിഖൂൻ, അവരതിലേക്ക് മത്സരിച്ച് മുന്നേറിപ്പോകുന്നവർ തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈൽ സാജിദൻ വഖായിമ. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ സുജൂദ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നിന്നുകൊണ്ടും അള്ളാഹുവിനെ നമസ്കരിക്കുന്ന ആളുകൾ. എന്നിട്ട് അവരുടെ മാനസികമായ ഭാവം അത് വിശദീകരിക്കുന്നിടത്തുള്ള ആദ്യം പറഞ്ഞത് റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ രണ്ടാമത് പറഞ്ഞു. ആദ്യം പറഞ്ഞത് പരലോകത്തെ ശിക്ഷയെക്കുറിച്ച്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഭയപ്പെടുന്ന സൂക്ഷിക്കുന്ന ആളുകളാണ്. ഇവിടെ ആ ജാഗ്രത, ആ സൂക്ഷ്മത, ആ ഭയപ്പാട്, അതാണ് റജാഇനേക്കാൾ അല്ലാഹു ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ട് കാര്യം, മൂന്ന് കാര്യം. സ്വാഭാവിക ജീവിതത്തിൽ ഖൗഫാണ് മുന്നിൽ വരേണ്ടത്. ആരോഗ്യമില്ലാത്ത ക്ഷീണിച്ച് കിടക്കുന്ന സമയത്ത് റജാ ആണ് കൂടുതൽ മുന്നിൽ വരേണ്ടത്. മൊത്തം മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ മനസ്സിന്റെ ഏറ്റവും അധികം അവന്റെ മനസ്സിൽ എപ്പോഴും ദൈവമായി ഉണ്ടായിരിക്കേണ്ട അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. ആ ഭയപ്പാട് മാത്രമാണ് നന്മകളിലേക്ക് അവനെ നയിക്കുക. ഇതൊക്കെ പറയുന്ന സമയത്ത് തന്നെ എന്റെ റഹ്മത്തീ സബഖത് ഗളബി എന്നത് ഒടുവിന്റെ ഒടുവിൽ അത് നമ്മുടെ മനസ്സിലുണ്ടാകും. അല്ലാഹുവിന്റെ റഹ്മത്ത് അവന്റെ കോപത്തെ അതിജയിച്ചു. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.